അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ കപൂറിൻ്റെ ഏറ്റവും പുതിയ സിനിമ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കും. അതെ, ഈത്ത എന്നാണോ ഏത്ത എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല. EETH എന്നാണ് അതിൻ്റെ സ്പെല്ല് ചെയ്യുന്നത്. ട്രെയിലറി പറയായിരിക്കും. അതെ, നമുക്ക് അപ്പം അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. മാഡോക് ഫിലിംസ് ആണോ? മലക്കോട്ട വാലിബിനകത്ത് മറ്റേ ഒരാണെന്നല്ലോ എത്താന്നാ വിളിക്കുന്നത്. അതാകെ എത്താം. ഈത്ത ऐसे नहीं जा सकते, तैयारी करो. मर जाएगी तू. ഓ, അവിടെ പ്രസവിച്ചിട്ട് ഇവിടെ ഡാൻസ് വയ്ക്ക് വരുവാണ്. पड़े पड़े मरी तो बेचारी कहलाऊंगी, पर नाचते हुए मरी तो मिसाल बन जाऊंगी. बन जा मिसाल. റിയൽ ലൈഫ് സ്റ്റോറി വല്ലതും ആണോ? पान में पान चखना हो तो मीठा, और तूफान को नाचते देखना हो तो ईठा. അല്ലേ? ഈഠ അങ്ങനെയാണ് പടത്തിൻ്റെ പേര്. ലക്ഷ്മൺ ഉത്തേക്കോ നമ്മുടെ ശ്രാവണ ഡയറക്ടർ. ഓഗസ്റ്റ് 22. അത്യാവശ്യം നല്ല സാരിക്കും. അത് ആക്ച്വലി ഇതിൻ്റെ ഇത് വൺ ലൈൻ വായിച്ചായിരുന്നു. ഈ കാണിച്ച സീക്വൻസ് തന്നെ. അതായത് പുള്ളിക്കാരത്തി വളരെ ഫേമസ് എന്തോ ഒരു പർട്ടിക്കുലർ ട്രഡീഷണൽ ഡാൻസാണ്. 60s 70s ആ കാലഘട്ടം. അപ്പോൾ ഇതുപോലെ തന്നെ പ്രസവിച്ച് ഉടനെ തന്നെ സ്റ്റേജിൽ കയറി. അതാണ് ലൈഫ് ഡിഫൈനിങ് ഇതായിട്ട് കണക്കാക്കുന്ന പുള്ളിക്കാരത്തിന്. ഇത് പണ്ട് നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് മറ്റേ അഖിൽമാരെ ഏറിപ്പോയ സംഭവം. പണ്ടുള്ളവരൊക്കെ മറ്റേ ഇത് എളുപ്പമായിരുന്നു. അവർ മറ്റേ അപ്പുറം അരി ഇടിച്ച് വെച്ച് പ്രസവിച്ച് അപ്പോൾ പ്രസവേന വന്ന് പ്രസവിച്ചിട്ട് വീണ്ടും പോയി അരി ഇടിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് പുള്ളി കയറിയില്ലേ. ഇതതിൻ്റെ റിയൽ ലൈഫ് വേർഷനാണ്. അതെ, അരിയിടിക്കുന്നത്. ഇവിടെ അരിക്ക് പകരം അരി ഇടിക്കുന്ന ഇവിടെ ഡാൻസ് കളിക്കും. അപ്പോൾ ഏതായാലും പടം പറ്റില്ല. ലക്ഷ്മൺ ഉത്തേക്കറാണ്. അതായത് പുള്ളിയുടെ ചാവ ആക്ച്വലി കുറച്ച് ബെറ്റർ പടമായിരുന്നു. നമുക്ക് അവസാനത്തെ ഏരിയ ആണ് ഭയങ്കര രസ്യൻ പരിപാടി. അതിനു മുമ്പ് കുറച്ച് ഓക്കെ പടമായിരുന്നു. അപ്പോൾ ഏതായാലും സിനിമ വരട്ടെ. ഓഗസ്റ്റ് 28 റിലീസാണ്. പുള്ളിക്ക് പൊക്കാൻ പറ്റുന്നതിലും വലിയ റോളാന്ന് തോന്നുന്നു പുള്ളിക്കാരത്തേക്ക്. ശ്രദ്ധ. അതെ അതെ, എപ്പോഴും ഇവർ എല്ലാ ആക്ടിങ്ങിൻ്റെ പേരിൽ ഒരുപാട് പഴിയേക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് നെഗറ്റീവ് ഇമേജ് ഇല്ല. പുള്ളിക്കാരത്തേക്ക് ഒരു ബെറ്റർ ഈ നെപ്പോ കിഡിനെ നമ്മൾ സഹിക്കും. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ പടങ്ങൾ ഭയങ്കര കുറവല്ലേ, ഇപ്പോൾ ഭയങ്കര ഗ്യാപ്പല്ലേ ഒരു പടത്തിന്. ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി കുറച്ച് കെയർഫുൾ ആകുമായിരിക്കും. ഇപ്പം ഇറങ്ങിയാൽ ശരിയാ എന്തോ ഒരു നെഗറ്റീവ് ഇമേജ് ഇല്ലാത്തൊരു ആക്ടർ പോലെ തോന്നിയിട്ടുണ്ട്. ആലിയൊക്കെ എല്ലാം ഉണ്ട്. ഭയങ്കര ആക്ട്രസ് ആയിട്ടും പറയും. അതാണിപ്പം ബുദ്ധിമുട്ട്. അവരുടെ പടത്തിന് യാതൊരു വിധത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളും ഒരു ഗുമ്മില്ലല്ലോ. ഇത്രയും വലിയൊരു പടം വരുന്നുണ്ട്. ഇത് ആൽഫയുടെ കാര്യം നമ്മൾ പറയുന്ന കേട്ടോ. അതിന് ഇത്രയും ആലിയൊക്കെ അഭിനയിക്കുന്ന പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള അനക്കവും ഇല്ല. പിന്നെ അത് ഓൾറെഡി വാർട്ട് കാരണം തകർന്ന് തരിപ്പടായിട്ടിരിക്കുക. ഇല്ല, അവർ ഈയിടെ നടത്തിയൊരു പ്രൊമോഷൻ ഉണ്ട്. സമീർ റെയ്നയുടെ ഷോയിൽ പോയ അത് ഭയങ്കര വൈറലായിട്ട്. അത് വൈറലായി. പക്ഷെ അതിലും ആലിയ ഭട്ടിനെ ഏറില്ല. അതൊക്കെ പക്ഷെ ശർവരിക്ക് പോസിറ്റീവ് കിട്ടിയല്ലോ. അത് ശർവരിക്ക് പോസിറ്റീവ് കിട്ടി. അത് ശർവരിയുടെ ഇത് ആൽഫയുടെ പ്രൊമോഷൻ ലൈനിലെ എല്ലാ സാധനം പോകണം. അവരിങ്ങനെ നിൽക്കുന്നത്. ഇവരെ രണ്ടും എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അത് തന്നെ. അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അലി എന്തിനാ അവിടെ ഇരിക്കുന്നതാണ് ചോദിക്കുന്നത്. കാരണം പുള്ളിക്കാരി, ഞാൻ ആ ഷോ ഫുള്ള് കണ്ടു. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിളാണ് പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. കാരണം ഇവർ തമാശയൊക്കെ പറയുമ്പോഴേ പുള്ളിക്കാരിക്ക് ഇത് എങ്ങനെ എടുക്കണമെന്ന് അറിയുന്നില്ല. ആൾക്കാരോട് സംസാരിക്കും. എല്ലാവരും ഇവിടെ വന്നിരിക്കാനും പറഞ്ഞു പോയി. ഇത് എന്ത് ചെയ്യാനാന്നുള്ള അവസ്ഥയിലാണ് പുള്ളിക്കാരുടെ ഫേസിൽ. എപ്പോൾ ക്യാമറ വെച്ചാലും ഇങ്ങനെ ഒരു ഇത് ഞാനിവിടെ ഒട്ടും സെറ്റാവാത്ത ഒരാളാണല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പം നമ്മൾ വിഷയത്തിന് തെന്നി മാറി. അപ്പം നമ്മൾ ഈട്ട നമ്മൾക്ക് ചാവയുടെ അതേ ലൈൻ. അതെ, ഒരു ഇവന്റ് ബേസ് ചെയ്തായിരിക്കും. ചാവയുടെ ക്ലൈമാക്സ് പോലെ ഇതിനകത്തും എനിക്കൊന്ന് ലാസ്റ്റ് ഡാൻസ് ആയിരിക്കും. ഈ ശരിക്കുള്ള കഥയിൽ പുള്ളിക്കാരി ഇതിന് ശേഷം എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ലില്ല.
ഞാനത് ജസ്റ്റ് ഒരു ബ്രീഫ് പാരഗ്രാഫ് വായിച്ചില്ല. കാരണം ഈ പേരും ആ ഒരു ഷോട്ടില്ലേ പുള്ളിക്കാരി ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്നത്, അപ്പം ആ ഷോട്ട് വെച്ചിട്ട് ഞാൻ ക്യാൻ ഷി ആക്ട് എന്ന് മറ്റേ ട്രൈഡ് ആൻഡ് റിഫ്യൂസ് പ്രൊഡക്ഷൻസ് അതിൻ്റെ തമ്മിൽ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്തോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഈട്ട എന്തോന്ന് എന്തിനെ ബേസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ട്രൂ ഇവൻ്റാണ്. ഈ ഒരു പാരഗ്രാഫും വായിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്യുന്ന കുറേ ഡാൻസസും പുള്ളിക്കാരത്തി എങ്ങനെ ഫേമസ് ആവുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുമായിരിക്കും ആ ഒരു മെയിൻ ഇൻസിഡൻറ്റ്. പുള്ളിക്കാരത്തിയുടെ ലൈഫ് നമ്മൾ ഓർക്കുന്നത് ചിലപ്പോൾ ആ ഇൻസിഡൻറ്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും പടം വരട്ടെ, അപ്പോൾ അറിയാം.